നാം ഇന്ന് കാണുന്ന കറുത്ത വണ്ട് ആ വണ്ട് പണ്ട് ഇതേപോലെ അല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കരിവണ്ടിന് നല്ല ചെറിയ ചിറകുകളുണ്ടായിരുന്നു. അതിങ്ങനെ പാറിപ്പറന്ന് വനത്തിലൂടെ നടക്കുന്ന സമയമാണ്. വളരെ നന്നായി അത് പറക്കുന്നുണ്ട്, ജീവിതം ആസ്വദിക്കുന്നുണ്ട്. ഒരു ദിവസം കരയിലൂടെ ഇഴഞ്ഞു നടന്ന ഒരു ഉറുമ്പിനെ ഈ വണ്ട് കാണുകയാണ്. ഉറുമ്പ് വളരെ അത്ഭുതത്തോടുകൂടി ഈ വണ്ടിനോട് ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെ പറക്കാൻ സാധിക്കുക? ഇത്ര വലിയ ശരീരം, ആ വലിയ ശരീരം പറക്കാനായിട്ട് 2 ചെറിയ ചിറകുകൾ മാത്രം. ഇതുകൊണ്ട് എങ്ങനെയാണ് നീ പറക്കുന്നത്? അത് കേട്ടതും വണ്ട് തൻ്റെ ശരീരത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് എനിക്ക് സാധിക്കുക? ഉറുമ്പ് പറഞ്ഞത് ശരിയാണല്ലോ. അവൻ ചിന്തിച്ച് പിന്നീട് ഒരിക്കലും പറക്കാതായി. പറക്കാനുള്ള കഴിവ് അവന് നഷ്ടപ്പെട്ടു. പിന്നീട് ഒരിക്കലും വണ്ട് പറന്നില്ല. അവൻ ചെറിയ ദൂരം പറക്കാൻ പരിശ്രമിക്കുമ്പോഴേക്കും താഴെ വീണ് മണ്ണിലൂടെ ഇഴഞ്ഞ് വീണ്ടും പറന്ന് അങ്ങനെ നടക്കുന്നു. പ്രിയമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യത്തില് നമ്മൾ ഇങ്ങനെ ഒരു വാക്യം കേൾക്കും. യു ഗെറ്റ് ബിഹൈൻഡ് ഓഫ് മീ സാത്താൻ. പത്രോസിനോട് കർത്താവ് പറയുന്നതാണ്. ഈ ഉറുമ്പിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് പത്രോസ് ലീഹ ഈശോയോട് പറയാണ്. ഈശോ തൻ്റെ പീഠാനുഭവ യാത്രയെക്കുറിച്ച് വിവരിക്കുന്ന സമയത്താണ് പത്രോസ് വന്ന് തടസ്സം പറയുന്നത്. സ്നേഹം കൊണ്ടാണ് പറയുന്നത്. ഈശോ പറയുന്നത് എന്താണ്? പത്രോസേ, നീ എൻ്റെ പിന്നിൽ പോയി നിൽക്കുക. മുൻപ് സൂചിപ്പിച്ച കഥയിലെ വണ്ടിനെ പോലെ വേണമെങ്കിൽ ഈശോയ്ക്ക് പറയാമായിരുന്നു, അയ്യോ, ഇതെനിക്കെങ്ങനെ സാധിക്കും? കുരിശിലൊക്കെ കയറണമല്ലോ. രക്ഷ പൂർത്തിയാക്കാൻ കുരിശിൽ കയറി കുരിശിൽ തൂങ്ങി മരിക്കണമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് വേണമെങ്കിൽ ആ കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാമായിരുന്നു, ഓടി രക്ഷപ്പെടാമായിരുന്നു. കർത്താവായ ഈശോ മിശിഹ ചെയ്തത് പത്രോസിനെ സാത്താനായി അവഗണിച്ചിട്ട് മുന്നിലോട്ട് നടന്നു നീങ്ങുകയാണ്. He was on his way to Jerusalem. He was on his way to cross. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പാഠമാണ്. ചില മനുഷ്യന്മാര് ജീവിതത്തിൻ്റെ ഏകാന്തത നിമിഷങ്ങളിൽ, സഹനത്തിൻ്റെ നിമിഷങ്ങളിൽ, വേദനയുടെ നിമിഷങ്ങളിൽ നമ്മെ സമീപിച്ച് ചോദിക്കും, നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? നിനക്കിതൊക്കെ ഈ ജീവിതത്തിന്റെ കഷ്ടപ്പാടിലൂടെ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? ഈശോ പറഞ്ഞ പോലെ ഒരു മറുപടി നമുക്കും കൊടുക്കാനായിട്ട് സാധിക്കണം. യു ഗെറ്റ് ബിഹൈൻഡ് ഓഫ് മീ സാത്താൻ. ഐ ആം ഓൺ ദ വേ ടു ജെറുസലേം. ഈ ജീവിതം ജീവിക്കുന്നത് സ്വർഗീയ ജെറുസലേമിനെ ലക്ഷ്യമാക്കിയാണ്, സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ഞാൻ ജീവിക്കുന്നത്. ഈ നല്ല ജീവിതത്തിൽ നിന്ന് എനിക്ക് തടയിടാൻ വരുന്ന ചെറിയ ചെറിയ പിശാചുകളെ എൻ്റെ പിറകിലേക്ക് മാറ്റി നിർത്തിയിട്ട് ജീവിതം യാഥാർത്ഥ്യബോധത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിക്കണം. കർത്താവായ യേശുവിന് സാധിച്ചു, എനിക്കും സാധിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.